കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും സാറ്റലൈറ്റ് മീഡിയയിലും പ്രിന്റ് ജേർണലിസവും എല്ലാം കേരളത്തിലെ ആഘോഷമായിരുന്നു. ആഘോഷം എന്ന് പറഞ്ഞ് വലിയ ഉത്സവമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇപ്പം ചില സുഹൃത്തുക്കളും ആൾക്കാരൊക്കെ ചോദിച്ചു, താങ്കൾ ഇതിനെപ്പറ്റി എന്താണ് വീഡിയോ ചെയ്യാത്തത്? ഞാൻ കൃത്യമായിട്ട് അവരോട് പറഞ്ഞത്, ഇങ്ങനെയുള്ള മസാല സ്റ്റോറികളൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല. ഇതിലെ പല വെർട്ടിക്കൽസും അത് യഥാർത്ഥത്തിൽ അത് സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെടണം. അതായത് എനിക്കിത് ബോധ്യപ്പെട്ടിട്ടില്ല. ഇവരീ പറഞ്ഞ പല പത്രസമ്മേളനത്തിൽ കൂടെ പറഞ്ഞ പല സ്ത്രീകളും 1-ാം ദിവസം ഗർഭം, 2-ാം ദിവസം ഗർഭം, 3-ാം ദിവസം പ്രഗ്നൻ്റ് അല്ല എന്ന് പറയുന്ന രീതിയിൽ പല യൂട്യൂബേഴ്സും ചെയ്യുന്ന വീഡിയോയോട് ഒരു കാരണവശാലും യോജിക്കാൻ സാധിക്കത്തില്ല. ഇവർ സാറ്റലൈറ്റ് ചാനൽ പ്രക്ഷേപണം ചെയ്ത ആ ഓഡിയോ ക്ലിപ്സിൻ്റെ ആധികാരികത സംശയമുണ്ട്. പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ വിഷയം ടച്ച് ചെയ്യാൻ താല്പര്യം. പ്രധാനപ്പെട്ട കാരണം, ആദ്യത്തെ ദിവസം തന്നെ മസാലയിൽ നിന്നും മസാലയിലോട്ട്, അവിടുന്ന് ഏറ്റവും പേഴ്സണലായിട്ടുള്ള പല വിഷയത്തിലോട്ടും പോയി. അതിൻ്റെ ചില യൂട്യൂബേഴ്സൊക്കെ, എൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്ത ഒരാളാണ്, പെൺവിഷയവുമായി ബന്ധപ്പെട്ട താക്കീത് കൊടുത്ത് നിർത്തിയ ആളാണ് ആദ്യം ഇതിനെപ്പറ്റി ഭയങ്കരമായിട്ട് പറഞ്ഞത്. രാവിലെ മുതൽ വൈകുന്ന രാത്രി വരെ, അതായത് ഓഫീസിൽ വരുമ്പോഴും പോകുമ്പോഴും എല്ലാം മദ്യത്തിൽ മാത്രം കുളിച്ചു നിന്ന്, അത് മദ്യം കഴിക്കുന്നതിനൊക്കെ സംഭവമുണ്ട്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഡൽഹിയിലുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ബന്ധു എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പം ഈ സുഹൃത്ത് എൻ്റെ നാട്ടുകാരനാണ്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഇവൻ ശരിക്കും മദ്യം കഴിച്ചിട്ടാണ് ഓഫീസിലൊക്കെ പോകുന്നത്. അപ്പം ഇയാൾക്ക് എന്നെ കുറച്ച് ബഹുമാനം, നാട്ടുകാരനൊക്കെയാണ്, എന്നെ അറിയാം, എൻ്റെ ജൂനിയറായിട്ടൊക്കെ പഠിച്ച. അപ്പം ഇവനെ ഒന്ന് പോയി ഉപദേശിക്കണമെന്ന് പറയാം. അപ്പം ഞാൻ നോക്കട്ടെ, സമയമുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പോയി പറയാം. ഞാൻ 2-3 പ്രാവശ്യം എനിക്ക് മെസ്സേജ് വന്നു. അതിനുശേഷം ഞാനൊരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു, ഞാൻ പോയി പറയാം, ഞാൻ അവനോട് സംസാരിക്കാം, അവൻ ഈ പറയുന്ന പോലെ മദ്യപാനം നിർത്തണം, മാടയാണ് കോടയാണ് ഒക്കെ പറയാമെന്ന് പറഞ്ഞു. അപ്പം ഇപ്പം അവരെന്നോട് ചോദിച്ചു, എന്ത് ഇത്ര സമയമെടുത്ത്, ഇത്ര നേരത്തെ പറഞ്ഞപ്പോൾ പോയിക്കൂടായിരുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ മദ്യപിക്കും. അപ്പം ഞാൻ വൈകുന്നേരം മദ്യപിക്കുന്ന ഒരാളാണ്. അപ്പം ഞാനത് നിർത്തണ്ടായോ? അപ്പം അവനോട് സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞ 7-8 ദിവസം കൊണ്ട് ഞാൻ മദ്യം കഴിക്കുന്നില്ല. കാരണം മദ്യം കുടിക്കുന്ന ഞാൻ ഒരു മദ്യപാനിയോട് പോയിട്ട് നീ മദ്യം കഴിക്കരുത് എന്നെങ്ങനെ പറയാൻ സാധിക്കും? ഇതാണ് കേരളത്തിലെ മീഡിയ കാണിച്ച തമാശ. സ്വയം കുറ്റാരോപിതരാണ് ഇവരൊക്കെ തന്നെ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആരാണ് ഡിജിറ്റലിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഇതേപോലെ ചാറ്റ് ചെയ്യാത്ത ആരാളുള്ളത്? ഒരുവിധപ്പെട്ട എല്ലാവരും ചാറ്റ് ചെയ്യും. പക്ഷെ അതിനകത്തൊരു ലക്ഷ്മൺ രേഖയുണ്ട്. അത് 2 പേർക്കും കോടിയിലാണെങ്കിൽ, ഇഷ്ടമാണെങ്കിൽ അവർക്ക് ചാറ്റ് ചെയ്യാം. അതിന് ലക്ഷ്മൺ രേഖയിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചാറ്റ് ചെയ്യാം. അതൊക്കെ ഒരു പേഴ്സണൽ പ്രൈവസിയുടെ മാറ്റേഴ്സാണ്. ഒരു കാര്യം ഞാൻ പറയാം, ഇതുമായിട്ട് നമ്മൾ തമാശ രീതിയിൽ പല രീതിയിലും ട്രോളുകളൊക്കെ, ഞാനും ചില രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടേക്കുന്നത്, അതായത് ഈ നമ്മുടെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജ്യോതി എന്നും പറഞ്ഞ് ജ്യോതി ചാമക്കാരെ വിളിക്കുന്നു. അപ്പം ആ സമയത്ത് പുള്ളി ഇന്നതാണെന്ന് പറയുന്നു. ഇറ്റ്സ് എ ഫൺ. അല്ലാതെ ആധികാരികമായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എവിടെയാണ് പരാതിയുള്ളത്? ഇതെല്ലാം ഒരു രീതിയിലൊക്കെ പറഞ്ഞു പോയി. ഒരു ജേർണലിസ്റ്റ് ഈ പറയുന്ന പെൺകുട്ടി, അതായത് ആ സിനിമാക്കാരി, നേരത്തെ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്ന പെൺകുട്ടിയായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവരുടെ മുഖത്ത് അവരോട് പറഞ്ഞു കൊടുക്കുവാണ്, ഇന്നയാളുടെ പേര് പറയാൻ. നോൺസെൻസ്. അത് അവരല്ലയോ പറയേണ്ടത്? അത് ഇയാളാണോ പറഞ്ഞു കൊടുക്കേണ്ടത് ഇന്നയാളുടെ പേര് പറയാൻ? എനിക്കറിയത്തില്ല ഇത് ഏത് ജേർണലിസ്റ്റിക്കൽ എത്തിക്സാണ് ഈ സംസാരിക്കുന്നത്. അതായത് മലയാളികൾക്ക് വലിയ വിദ്യാഭ്യാസമുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ മസാലയിൽ നിന്നും മസാല, ഗർഭം 1, ഗർഭം 2, ഗർഭം 3 എന്നിട്ടൊരു ഓഡിയോ ക്ലിപ്പ് എടുത്തിട്ട്
ആ ക്ലിപ്പിൻ്റെ ആധികാരികത, അതായത് ഞാൻ ഈ പറയുമ്പോൾ ഞാൻ ഒതൻറ്റിക്കായിട്ടാണ് പറയുന്ന ഈ സംഭവം. കാരണം തെഹൽക്ക കേസുമായിട്ടും നാരദ കേസുമായിട്ടൊക്കെ പോകുമ്പോൾ ഈ പറയുന്ന ടേപ്സിനകത്തും ഈ ഓഡിയോയും വീഡിയോയും ഉണ്ട്. രണ്ട് സെപ്പറേറ്റ് ട്രാക്കാണ്. അതായത് നമ്മൾ ഈ കാണുന്ന മൊബൈലിലുള്ള ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഓഡിയോയും വീഡിയോയും രണ്ടും ഇൻപുട്ട് വേറെയാണ്. അത് ആദ്യം മനസ്സിലാക്കുക. അതായത് നിങ്ങൾ കേൾക്കുന്ന ഈ ഫോണിനകത്ത് സ്പീക്കർ വേറെയാണ്, സ്പീക്കറിൽ കൂടെ കേൾക്കുന്നത്. അതിൻ്റെ അകത്ത് ഈ ഓഡിയോ റെക്കോർഡിങ് ഇൻപുട്ടും വേറെയാണ്. രണ്ട് കണക്റ്റഡ് അല്ല, രണ്ട് സെപ്പറേറ്റഡ് ആണ്. ഓട്ടോമാറ്റിക്കായിട്ട് അത് ഒരു സംഭവം എടുക്കുമ്പം അതങ്ങ് വന്നു ചേരുന്നു ഇതാണ് അവർ ചെയ്തിരിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ആധുനിക ലോകത്ത് ഇത് എഡിറ്റ് ചെയ്യാനും ഇത് വലിയ രീതിയിൽ ഫാബ്രിക്കേറ്റ് ചെയ്യാനൊക്കെ ഈസി ആയിട്ട് സാധിക്കും. അത് ഇപ്പോഴാണ് AI-ആയിട്ട് നടക്കുന്നത്. അതിന് മുമ്പ് ഫോട്ടോഷോപ്പിനകത്ത് ഇതേപോലെ ഓഡിയോ ട്രാക്ക് മാറ്റുകയും എഡിറ്റും ഒക്കെ നടക്കുന്ന സംഭവം. ഒരു ഓഡിയോ ക്ലിപ്പ് എടുത്തിട്ട് അതിനകത്ത് ആ പെൺകുട്ടിയുടെ ശബ്ദം എഡിറ്റ് ചെയ്തിട്ട് ഈ പെൺകുട്ടി പറയുന്നതും ഗർഭചിത്രം എന്നൊക്കെ പറയുന്നതും ഈ പത്രക്കാരനത് ഏറ്റെടുക്കുമ്പോൾ, അതായത് ഒരു എഡിറ്റർ കാണും, അതായത് അതിൻ്റെ എഡിറ്റോറിയൽ ഹെഡ്. അപ്പം അയാളാണ് ബേസിക്കലി തീരുമാനത്തിൻ്റെ ഒതൻറ്റിസിറ്റി എന്തോ അതിത് ഫോറൻസിക്കലി ടെസ്റ്റ് ചെയ്യണം. ഇനി ഈ പെൺകുട്ടി അവരുടെ പേരെവിടെയും പറയാൻ തയ്യാറല്ല. കാരണം ഒരു പേര് മറച്ചു വെക്കാം, പക്ഷെ ആരാണ്, എന്താണ്, ഏതാണ് എന്നെത്ര പത്രക്കാർക്കറിയാം. അവരുടെ ഓഡിയോ ക്ലിപ്പ് ഒറിജിനലായിട്ട് കൊടുക്കാൻ തയ്യാറല്ല. പിന്നെ എന്ത് പരാതിയാണുള്ളത്? അതായത് ഞാൻ ഇതിനകത്ത് കൃത്യമായിട്ട് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തെ വെളുപ്പിക്കാനോ അയാൾക്ക് ഈ പറയുന്ന ക്ലീൻ ചിറ്റ് കൊടുക്കാനോ ഒന്നും ഞാൻ തയ്യാറല്ല. ഈ പറയുന്ന പെൺകുട്ടിയാണെങ്കിലും മറ്റ് പലരാണെങ്കിലും പല റൈറ്റേഴ്സ്, മറ്റ് സംഭവങ്ങൾ, ഒരു ട്രാൻസ്ജെൻഡർ, ഇവർക്കും ഞാൻ ക്ലീൻ ചിറ്റ് കൊടുക്കുന്നില്ല. ഉറപ്പായിട്ടും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും തന്നെയാണ് അഡ്വാൻറ്റേജ്, എഡ്ജുള്ളത്. പക്ഷേ ഒരാളെ പറ്റി ഈ കാര്യങ്ങൾ, അതായത് അലിഗേഷൻ പറയുമ്പോൾ അത് പ്രൂവ് ചെയ്യുന്നുള്ള ട്രാക്ക് റെക്കോർഡ് അതെടുത്തിട്ടാണ് പത്രങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇതൊന്നുമില്ല. ഒരു ഓഡിയോ ക്ലിപ്പിങ് അതിനകത്ത് എന്തൊക്കെയോ പറയുന്നു, അതുമായിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന വാർത്ത. നിങ്ങളിത് കേൾക്കുമ്പോൾ പല ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ അങ്ങ് ഭയങ്കര തരിപ്പും കലിപ്പും ഒക്കെയാണ്. പക്ഷേ ഇതിൻ്റെ അത് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇനി ഇതൊക്കെ അന്വേഷണം നടത്തണം. അന്വേഷിക്കാൻ ഈ പറയുന്ന വിക്ടിംസ് അവരെവിടെയും പരാതി കൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ രാഹുലിനെതിരെ ആരോപണം മീഡിയയിൽ മാത്രമാണ്, അതും ആരാണ് ഏതാണെന്ന് അറിയത്തില്ല. അതായത് സിനിമാ നടി എന്ന് പറഞ്ഞ പെൺകുട്ടി പോലും പല ആവർത്തി ചോദിച്ചിട്ട് പോലും പറയുന്നില്ല പേരാരാണ്. ഈ ചാറ്റിനകത്ത് സിനിമാ നടി അവർ തന്നെ പറയുന്നു അവരുമായിട്ട് മോശമായ ചാറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ അവരുടെ ഇതുണ്ട് എന്ന് പറയുന്നു. ഒരു കാര്യം പറയാം, ഇന്ത്യയുടെ സുപ്രീം കോർട്ടിൻ്റെ കറക്റ്റായിട്ടുള്ള വിധിയുണ്ട്, ഇതൊന്നും എവിഡൻസ് അല്ല. അതായത് ഓഡിയോ ട്രാക്കും ഓഡിയോ ശബ്ദവും ഈ പറയുന്ന സംഭവങ്ങളൊന്നും കോർട്ടിൽ എവിഡൻസ് അല്ല. അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ഈ പറയുന്ന ഓഡിയോ കൊണ്ട് നിങ്ങൾ ഏതെങ്കിലും കോടതിയിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്താൽ കോടതി അപ്പോഴേ തള്ളിക്കളയും, കാരണം എവിഡൻസേ അല്ല. പിന്നെ എന്തുവാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ യൂട്യൂബ്, ഇവിടുത്തെ സാറ്റലൈറ്റ് മീഡിയയ്ക്കുള്ള തെളിവ് എന്തുവാ? അവരൊരു പടക്കം ഉണ്ടാക്കി വിട്ടു, പഴയ ISRO കേസ് പോലെ. അവസാനം എൻഡ് ഓഫ് ദ ഡേ സവാള തൊലിച്ചതുപോലെ ആയിപ്പോയി, അവസാനം ഒന്നുമില്ലാതായിപ്പോയി. ആൾക്കാർ കുറച്ച് പേരിരുന്ന് വായിക്കുകയും സൂഹിക്കുകയും ഇതിനെപ്പറ്റി കാണുകയും ചെയ്തു. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതായത് 1% പോലും മീഡിയ എത്തിക്സ് ഇല്ല. അതാണ് ഇതിൻ്റെ കാരണം. അതുമായിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ മാറ്റുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിച്ചപ്പോൾ അയാളെ ആ പറയുന്ന ഇസ്ലാമിക തീവ്രവാദികൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന അന്നും ഇന്നും ഞാൻ ഉറച്ചു നിൽക്കുന്നയാളാണ്. കാരണം അയാളുടെ പൊളിറ്റിക്സ് ശരിയല്ല. ഈ പറയുന്ന തീവ്രവാദികൾ ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ് അയാൾക്ക് ഇത്ര ഭൂരിപക്ഷവും അയാൾ അവിടെ ജയിച്ചു എന്നിന്നും വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം അതാണ് യഥാർത്ഥത്തിൽ അയാൾക്കെതിരെ എൻ്റെ അലിഗേഷൻ. അതിനെനിക്ക് അടിസ്ഥാനപരമായ തെളിവുമുണ്ട്. അതാണ് ഞാൻ അയാളെ പിന്തുണച്ച ആളല്ല. അതാണ് പ്രധാനപ്പെട്ട കാരണം. അയാൾ മുഖ്യമന്ത്രിയാകുമെന്നും അയാൾ പ്രധാനമന്ത്രിയാകുമെന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം അതൊക്കെ വരാനുള്ള സമയമാണ് തെളിയിക്കേണ്ടത്.
ഇതൊക്കെ പറഞ്ഞ് ഇന്നൊന്ന് പറയുന്നു, നാളെ മാറ്റി പറയുന്നു, രണ്ടാമത്തെ ഗർഭം പറയുന്നു, മൂന്നാമത്തെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഇത്രയും ഇത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഇതേപോലെ പടച്ചു വിടുന്നു. അതായത് ശരിക്കും ഇത് കാണുന്ന നിങ്ങളെല്ലാം ഊളയാക്കുന്നു. അവസാനം അവനെ എല്ലാവരും വെളുപ്പിച്ചെടുക്കുന്നു. അപ്പം ആരാണ് വിക്ടിം, ആരാണ് കുറ്റവാളി, ഇതിനെപ്പറ്റി യാതൊരു ധാരണയില്ല മീഡിയയ്ക്ക്. കേസുണ്ടോ? കേസില്ല. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയാനുള്ളത്, താങ്കൾ ഇത് ധൈര്യമായിട്ട് ഹൈക്കോടതിയിൽ പോകണം. ഈ റിപ്പോർട്ടർ ചാനലും ഈ സാറ്റലൈറ്റ് ചാനലൊക്കെ വന്ന് പ്രൂവ് ചെയ്യേണ്ടി വരും കോടതിയിൽ. ഈ പെൺകുട്ടി എനിക്ക് തോന്നുന്നില്ല, പേര് മാറ്റി പറഞ്ഞു, അത് മാറ്റി പറഞ്ഞു, ഇപ്പം ആദ്യം ഗർഭിണിയാ, പിന്നെ ഗർഭിണിയല്ലെന്ന് പറഞ്ഞു. അവരെവിടെയും വരാൻ പോകുന്നില്ല. ഈ പറയുന്ന സിനിമാ നടി അവരും വരാൻ പോകുന്നില്ല. കാരണം അവരുടെ കയ്യിലും ഈ പറയുന്ന തെളിവും ഗ്രാപ്പും ഒന്നുമില്ല. ഈ പറയുന്ന ഈ വാട്സപ്പിൻ്റെ തെളിവൊന്നും കോടതി ഏറ്റെടുക്കത്തുമില്ല. പിന്നെ എങ്ങനെയാണിത് പ്രൂവ് ചെയ്യുന്നത്? ഇപ്പോൾ വുമണൈസർ എന്ന് പറയുന്ന വലിയ തെറ്റൊന്നുമല്ല, പക്ഷെ സെക്ഷൽ അസോൾട്ട്, പ്രിഡേറ്റർ, അത് തെറ്റാണ്. അപ്പോൾ അതിനിടയ്ക്ക് ട്രാൻസ്ജെൻഡർ വരുന്നു, ആ ജെൻഡർ വരുന്നു. അതിൽ കാണാത്തൊരു സംഭവം മാത്രമേ ഉള്ളൂ, അതിൻ്റെ അത് ഹോമോസെക്ഷൽ വന്നില്ല, അല്ലെങ്കിൽ അതും കൂടെ കയറി വന്നേനെ. ഇത്ര മാത്രം വിഡ്ഢിത്തം, യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. എല്ലാം കള്ളക്കഥകളും നരേറ്റീവ്സും ഫേക്ക് സ്റ്റോറീസും ഓരോന്നായിട്ട് തിരഞ്ഞെടുത്തു, മെനഞ്ഞെടുത്തു. കാരണം അവർക്ക് റേറ്റിങ്ങും അവരുടെ വ്യൂസും കൂടാൻ വേണ്ടി. ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് USA നിന്ന് എനിക്കൊരു മെസ്സേജ് അയച്ചു. താങ്കൾ ഈ ചില സന്ദർഭങ്ങളിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ താങ്കൾ ചിരിക്കുമ്പോഴും കോൺഫിഡൻസിൽ കൂടെ പറയുമ്പോഴും ഇതിൻ്റെ കാര്യം എന്താണ്? പലരുടെയും ധാരണ ഈ ഇന്ത്യ മോശമാകുന്ന അതിൻ്റെ പേരിലാണ് താങ്കൾ ചിരിക്കുന്നത്. അതല്ല ചിരിക്കുന്നത്. ചിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഒരു ജേർണലിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതിനകത്ത് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങൾ ശരിയായിട്ട് വരുന്നു. അതായത് ഇന്ത്യയുടെ ഫൈറ്ററിനെ പറ്റി പറഞ്ഞു, അതിപ്പോൾ ശരിയായി. പ്രസിഡന്റ് ട്രംപ്, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞ് ഏഴെണ്ണം പോയത് ഇതേതല്ലേ ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് ടാരിഫുമായിട്ടുള്ള വിഷയം, അത് കഴിഞ്ഞ് ഇറാനും ഇസ്രായേലുമായിട്ടുള്ള വിഷയം, ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൻ്റെ വിഷയം ഞാൻ മലയാളത്തിലാണ് ആദ്യം പറയുന്നത്. അതെല്ലാം ശരിയായിട്ട് വരുമ്പോൾ ഒരു കോൺഫിഡൻസ് മെഷേഴ്സ് ഉണ്ട് ഒരാൾക്ക്. അപ്പോൾ അതിനകത്ത് ഒരു 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 സന്തോഷമാണിത് പറയുന്നത്. അതേപോലെ എന്തുകൊണ്ടാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്റ്റോറി എടുക്കാഞ്ഞത്, വീഡിയോ ഈ പറഞ്ഞ് ചെയ്യാഞ്ഞത്? എനിക്കറിയാം ഇതൊക്കെ ഫേക്ക് നറേറ്റീവ്സാണ്. ഈ പറയുന്ന പല വിക്ടിംസും ഇവർക്കൊന്നും താല്പര്യമില്ല. അതിനിടയ്ക്ക് ഗൾഫിൽ നിന്നൊരു ഹണി ഭാസ്കർ വരുന്നു, അവരുമായിട്ട് ചാറ്റ്. ഈ ഹണി ഭാസ്കറിനോട് ചോദിക്കട്ടെ, ഡിയർ സിസ്റ്റർ, നിങ്ങൾ വേറെ ആരുമായിട്ട് ചാറ്റ് ചെയ്തിട്ടില്ലയോ? നിങ്ങൾ ആരുമായിട്ടും ഇതേപോലെയുള്ള ചാറ്റിംഗ് ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ലയോ? ഈ പറയുന്ന മലയാളി സമൂഹം ഭയങ്കര ആദർശം കാണിക്കുന്നു. ഈ പറയുന്ന മീഡിയ ഇവരൊന്നും ചാറ്റ് ചെയ്യാത്തവരാണോ? തമാശയാണ് ഇതൊക്കെ പറയുന്നത്. ഞാനും നിങ്ങളും ഒന്നും യന്ത്ര മനുഷ്യരല്ല. പക്ഷെ നമുക്കെല്ലാം ലക്ഷ്മൺ രേഖയും പല ഒരു 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 പരിധി വിട്ട് പോകാൻ പറ്റും. റെഡ് ലൈൻ ഉണ്ട്. ഇതിനകത്തും അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും പോയിട്ടുണ്ട്. അല്ല ഒരു ഭാഗത്തു നിന്ന് മാത്രം ഇത്ര സ്പോണ്ടേനിയസ് ആയിട്ടൊന്നും ഉണ്ടാവത്തില്ല. ചുമ്മാ എന്ന് പറയുന്നേ. അത്ര മണ്ടനാണ് ഇവൻ, ഈ രാഹുൽ എന്ന് പറഞ്ഞു. അവനും ഈ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇത്ര മണ്ടനാണോ? ഇത്ര വലിയ പ്രിഡേറ്ററാണോ? എല്ലാവരും കാണുമ്പോൾ സംഭവം ഉണ്ടാവുമോ? ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന കഥകളാണ്. അതുപോലെ റെസ്പോൺസിബിൾ ആയിട്ടൊരു പോസ്റ്റിൽ ഇരിക്കുന്നയാളാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ VD സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പെട്ടെന്ന് അയാളുടെ രാജി വാങ്ങി തെറ്റായിപ്പോയി. കാരണം ഒരു പരാതി കൊടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോഴേ ചെയ്യാവൂ. ഇപ്പോൾ ഒരാളിപ്പം നാളെ ഈ നമ്മുടെ ഈ VD സതീശൻ്റെ ഒരു സ്ത്രീ പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ മോശമായിട്ട്. അപ്പം പെട്ടെന്ന് രാജിവെച്ചു സതീശൻ. ഈ രമേശ് ചെന്നിത്തലയെ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? രമേശ് ചെന്നിത്തല രാജിവെച്ചു. ഇതൊക്കെ ഇതിൻ്റെ തൊള്ളതാ അലിഗേഷൻ സംഭവമൊക്കെ. പെട്ടെന്ന് ആ പാർട്ടിക്കകത്തുള്ള അടിയും പിടിയെല്ലാം കാരണം ഈ പറയുന്ന രാഹുൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അത് ഈ രീതിയിലല്ല പെരുമാറേണ്ടത്. രാജിവെക്കണം, സസ്പെൻഡ് ചെയ്യണം, MLA സ്ഥാനം രാജിവെക്കണം.
ഒരു മനുഷ്യനെ പറ്റി മോശമായ സംഭവങ്ങളും അലിഗേഷൻസും ഇതൊക്കെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഉണ്ടാകാറുണ്ട്. അതിൽ പെട്ടെന്ന് രാജ്യം മേടിക്കുന്നു, ഇപ്പം പണിഷ് ചെയ്ത് ഇപ്പം ജയിലിലിടുന്നു, കൊല്ലുന്നു. അതൊക്കെ അയാൾക്ക് സമയം കൊടുക്കുക. ഇതിനകത്ത് കോൺഗ്രസ് നേതൃത്വം കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം, രാഹുലിന് ഇത് ഉത്തരം കൊടുക്കാൻ സമയം കൊടുത്തില്ല. അയാളോട് പറയാൻ വന്ന് കൗണ്ടർ ചെയ്യാൻ പറയണം. അയാൾ ഇത് ഈസി ആയിട്ട് കൗണ്ടർ ചെയ്ത്. ഇതിനകത്ത് കോൺഗ്രസ് നേതാക്കളിൽ ഞാൻ ഒരാൾ മാത്രമാണ് അത് ജസ്റ്റിഫൈ ചെയ്യുന്ന ഈ പറയുന്ന ഷാഫി പറമ്പിൽ. അയാൾ മാത്രമേ ഉണ്ടായിരുന്നു രാഹുലിന് അനുകൂലമായിട്ട് പറയാൻ. അതായത് KPCC വർക്കിംഗ് പ്രസിഡന്റാണ്. അയാളെടുത്ത നടപടിയാണ് കറക്റ്റ്. അത് പിന്നീട് കോൺഗ്രസ് നേതാക്കൾക്കും കോൺഗ്രസിൻ്റെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവർക്കും തോന്നിത്തുടങ്ങി. ഇതാണ് യാഥാർത്ഥ്യം. കാള പെറ്റു എന്ന് പറഞ്ഞ് കയറെടുക്കരുത്. ഇതേപോലെയുള്ള സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ പല രീതിയിലുള്ള ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് അടിസ്ഥാനപരമായ ആരോപണങ്ങളുമായിട്ട് വരും. ഉറപ്പാണത്. അതെന്ന് പറഞ്ഞ് പെട്ടെന്ന് ആക്ഷൻ എടുക്കുകയല്ല ചെയ്യേണ്ടത്. അവർക്ക് ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് പല രീതിയിൽ പല സ്റ്റാറും അതും ഇതുമൊക്കെ ആകാൻ സാധിക്കും. പല തലത്തിൽ അവർ പല അജണ്ടയിലാണ് വരുന്നത്. ഞാൻ അജണ്ടയുടെ കാര്യമൊന്നും പറയുന്നില്ല. ഞാൻ ഈ പെൺകുട്ടികളെ ഒന്നും മോശമായിട്ട് പറയുന്നുമില്ല. ഇതൊക്കെ അവരുടെ പ്രൊഫഷനും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായി വരുന്ന സംഭവങ്ങളാണ്. പക്ഷെ അതും നമുക്ക് മാറ്റിവെക്കാം. പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അത് പറയുന്നയാൾ, അതായത് കുറ്റാരോപിതൻ എന്ന് പറയുന്നതിന് മുമ്പ് ആരോപണം ആരാണ് കേട്ടത്, ആർക്കെതിരെയാ പറഞ്ഞത്, അയാൾക്കൊരു സമയം കൊടുക്കണം. അതായത് ശ്വാസം വിടാനുള്ള സമയം കൊടുക്കണം. ഈ രാഹുൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടർ ചാനലിലൊക്കെ ലൈസൻസ് പൂട്ടും. കാരണം ഞാനിതുമായി ബന്ധപ്പെട്ട് കോർട്ടിലൊക്കെ പോയത്. കാരണം ഇത് കോടതി പ്രൂവ് ചെയ്യാൻ ഭയങ്കര പാടായത്. ഈ റിപ്പോർട്ടർ ചാനൽ കാണിച്ചതും ഈ മഹാനായ യൂട്യൂബർ പറഞ്ഞ 4 സ്റ്റോറികൾ എങ്ങനെ പ്രൂവ് ചെയ്യും കോടതിയിൽ? എങ്ങനെ പ്രൂവ് ചെയ്യും? ഈ ഓഡിയോ ക്ലിപ്പ് വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഈ ഓഡിയോ ക്ലിപ്പിൻ്റെ അകത്ത് ഈ സാധനം പല രീതിയിൽ ഫാബ്രിക്കേറ്റഡും അഡൽറ്റേഡും ആണെന്ന് ഈസി ആയിട്ട് പറയാൻ സാധിക്കും. കാരണം ഇത് ഫോറൻസിക്കലി ടെസ്റ്റഡ് അല്ല. ഇത് ടെസ്റ്റ് ചെയ്യുമ്പോഴും പറയുക ഇതിനകത്ത് കറക്റ്റാണെങ്കിൽ മാത്രമേ ചെയ്യാൻ ഇതാണ് ഇതിൻ്റെ പ്രാധാന്യം. അതായത് ഇന്ന് ഓർമ്മയുണ്ട്, 2001 ഹെൽഗ കേസ് പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വീഡിയോസ് അത് ലണ്ടനിലെ ആദ്യം സ്കോട്ട്ലാൻഡ് പോലീസാണ് അവരുടെ ലാബിലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഇന്ത്യൻ ലാബുകൾ ടെസ്റ്റ് ചെയ്യുന്നു. നാരദ കേസ് ഇന്ത്യൻ ലാബിലും ടെസ്റ്റ് ചെയ്തു, വിദേശത്തും ടെസ്റ്റ് ചെയ്തു. എന്നിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അതിനുശേഷം ഈ കോടതി എന്നെ ഇട്ട് എത്രമാത്രം നടത്തിച്ചു, എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇവർ ചോദിക്കുന്നത്. ഇതിനൊക്കെ ഉത്തരം കൊടുക്കണം. അതായത് കേരള ഹൈക്കോടതിയിൽ ഈ കേസുമായിട്ട് രാഹുൽ പോയി കഴിഞ്ഞാൽ ഈ റിപ്പോർട്ടറിൻ്റെ ആ പറഞ്ഞ ഡോക്ടർ അരുൺ ബാബു ഒരു വിളിവില്ലാത്തൊരുത്തര ഒരാളെ പറ്റി ഇങ്ങനെ വന്നു. അയാൾ ആദ്യം ഈ ഓഡിയോയുടെ ഒതൻറ്റിസിറ്റി ശരിക്കുള്ളത് അതിന് ഫോറൻസിക്കലി പണം കൊടുത്തങ്ങ് ചെയ്യണം. കാരണം ഞാൻ നാർക്കോ ടെസ്റ്റിന് പോയിട്ടുണ്ട്, എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. കാരണം ഞാൻ ധൈര്യമായിട്ട് പോയി ചെയ്തു. അത് അഹമ്മദാബാദിൽ. അതിനുള്ള ധൈര്യം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ശരിയാണ്, അതുകൊണ്ടാണ് ആ ധൈര്യം എനിക്കുള്ളത്. അല്ല അവൻ പറഞ്ഞു ഇവൻ പറഞ്ഞു, അങ്ങനല്ല. അവൻ പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത്, അത് മാറ്റർ ചെയ്യും. അതുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പറഞ്ഞ മസാല സ്റ്റോറികൾ ഒന്നും ഞാൻ അതിൻ്റെ കാരണം എന്ന് പറയും. ഇന്നൊന്ന് പറഞ്ഞു, നാളെ മാറ്റി പറഞ്ഞു, മറ്റന്നാൾ മൂന്നാമത് വേറെ ഗർഭം പറഞ്ഞു, പിന്നെ പകുതി ഗർഭം പറഞ്ഞു. ഇതല്ല ജേർണലിസം. ജേർണലിസത്തിന് അതിൻ്റേതായ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറയുന്നതിന് പ്രാധാന്യമുണ്ട്. പക്ഷെ ഇത് കേൾക്കുന്ന ഇഷ്ടംപോലെ മലയാളികളുണ്ട്. അവർക്കിത് സൂഹിക്കുന്ന സാധനമാണ്. അവരിത് കേട്ടുകൊണ്ടിരിക്കും. എൻഡ് ഓഫ് ദ ഡേ എന്താണ് സംഭവിച്ചത് നിങ്ങളും കാണും. കാരണം ഇപ്പോഴതിൻ്റെ രാഹുലുമായിട്ടുള്ള കേസ് അതിൻ്റെ ഹാങ് ഓവറിലാണ് മീഡിയ. നോക്കാം എങ്ങോട്ടാണ് ഫർദർ ഇത് പോകുന്നതെന്ന്.